പുലർച്ചെ 4 മണിയൊക്കെ കണ്ടിട്ട് എത്ര നാളായെന്നറിയാവോ? ലാസ്റ്റ് 4 മണിയൊക്കെ കണ്ടത് 11 വർഷം മുമ്പുള്ള എന്റെ ആദ്യത്തെ കുമ്പോടത്തിനാണെന്ന് തോന്നുന്നു. എന്തൊരു തണുപ്പാണെന്നറിയാവോ? വിശാലമായ കുളിയായതുകൊണ്ട് നെറ്റിയിലെ സിന്ദൂരവും കണ്ണിലെ കൺമശിയൊക്കെ പോയിട്ടുണ്ട് കേട്ടാ. കുറച്ചങ്ങ് പിന്നിലേക്ക് പോകാം. നമ്മൾ കുമ്പോടം കൊണ്ടുവന്ന അമ്പലത്തിൽ വന്ന അമ്പലത്തിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അമ്പലം കാലിയാവുന്ന സമയമാണ് കേട്ടാ ഇത്. ഓരോ ഉറക്കമൊക്കെ കഴിഞ്ഞ് മാമാട്ടിന്റെ ഫ്രഷ് മൂഡിലേക്ക് വന്നുകൊണ്ടിരിക്കുവാണ്. നമുക്ക് നൈറ്റ് പൊറോട്ടയും വെജിറ്റബിൾ കറിയായിരുന്നു. 11 മണിയായി 12 മണിയായി. ഈ പെണ്ണ് ആരെയും ഉറക്കാതെ ദേ കളിച്ചുകൊണ്ടിരിക്കുവാണ്. കുറച്ചു പേര് സദ്യാലയത്തിലും ദേ വെളിയിലും ഒക്കെ ആയിട്ട് കിടന്നിട്ടുണ്ട് കേട്ടാ. മാമാട്ടിക്ക് നല്ല കളി വന്നിരിക്കുന്ന സമയമാണെന്ന് തോന്നുന്നു. പിന്നെ കുഞ്ഞമ്മ എടുത്തോണ്ട് പോയി കുറച്ചു നേരം ഉറക്കാനൊക്കെ ശ്രമിച്ചു. ഫൈനലി ഉറങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടാ അവളെ. അങ്ങനെ രാവിലെ എണീറ്റ് പല്ലൊക്കെ തേച്ച് അവിടെ തന്നെയുള്ള അമ്പലക്കുളത്തിലും ബാത്റൂമിലും ആയിട്ടൊക്കെ കുളിച്ച് റെഡി ആയിട്ട് നമ്മൾ രാവിലെ അമ്പലത്തിൽ നിർമ്മാലയം തൊഴാൻ പോകണം. നിർമ്മാലയം തൊഴാൻ പോകുമ്പോഴേക്കും നമ്മൾ കുമ്പത്തിൽ നിറച്ചു വെച്ചിട്ടുള്ള എണ്ണയും മഞ്ഞളും കുങ്കുമവും കൊണ്ട് ദേവീനെ അഭിഷേകം ചെയ്യുവേ. ഇതിന്റെ പേര് പാശ എന്നാണ്. ഇത് നമ്മള് ഇട്ടിട്ടുണ്ടായിരുന്ന സാധനമാണ്. അത് അഴിച്ച് അവിടെ കൊടുത്തിട്ട് വേണം നമ്മൾ പോവാനായിട്ട്. അങ്ങനെ വളരെ കാലത്തിന് ശേഷം നമ്മളിത് നിർമ്മാലയം തൊഴുത് കൂട്ടുകാരോടൊക്കെ ഒരു ദിവസം ഒരുമിച്ച് സ്റ്റേ ഒക്കെ ചെയ്ത് നമ്മളിത് തിരിച്ചു പോന്നു കേട്ടാ. മനസ്സ് നിറഞ്ഞൊരു ഫീലായിരുന്നു.